ഈ കാണുന്ന 12 സെന്റ് പ്ലോട്ടിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയന്റ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. സൈറ്റ് കോൺടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് വീടുണ്ട്. ആ വീട് ഡെമോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. നോർത്ത് ഫേസിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ്, റോഡ് പോകുന്ന ഈ ഒരു ഡയറക്ഷനിലൂടെയാണ്. ധാരാളം കാറ്റ് ഈ ഒരു പ്ലോട്ടിലേക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്, പല ഡയറക്ഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വീടിനകത്തേക്ക് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. സൺപാത്ത് അനാലിസിസ് നമ്മൾ ചെയ്തു. സൺപാത്ത് വരുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. പ്ലാനിങ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ എൻട്രി ഗേറ്റ് ഇവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കാർ പോർഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്ക് നമ്മൾ സിറ്റൗട്ട് വഴി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ഒരു സീറ്റർ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റർ ബോക്സ് ഒക്കെ തന്നെ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോയറിലേക്കാണ് നമ്മൾ മെയിൻ ഡോർ വഴി എൻ്റർ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു ചെറിയ ഒരു പ്ലാന്റർ ബോക്സ്, ഒരു സീറ്ററും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോമൽ ലിവിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസിന് ഓപ്പോസിറ്റ് ഒരു പ്രയർ റൂം വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് നമുക്കൊരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു ബാത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡൈനിങ് ഏരിയ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ കുറച്ച് സ്പെഷ്യലാണ്, കാരണം രണ്ട് സൈഡിലും നമുക്ക് മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് അതൊരു ബ്രീത്തിങ് സ്പേസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സീറ്ററും ഒരു വിൻഡോയും നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പാറ്റിയോ സ്പേസ് ആണ്. അവിടെ ഒരു ഫോൾഡിംഗ് ഡോറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് നമുക്കൊരു വാഷ് ബേസിനും കോമൺ ടോയ്ലറ്റും അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പൊസിഷനാണ് അതിന് വേണ്ടി കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കോർണറിലും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ അതിന് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും ഒരു വാഷ് ബേസിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സർവൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു TV യൂണിറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു സീൻ ബിലോ വരുന്നുണ്ട്. പിന്നെ ഫോമൽ ലിവിങ് ഏരിയയിലേക്കും നമുക്കൊരു സീൻ ബിലോ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലായിട്ട് ഓപ്പൺ ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂംസ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് ടോയ്ലറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറെ ബെഡ്റൂം, ഇവിടെ ചെറിയൊരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ ഏരിയ വരുന്നത് 2505 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിനെ പറ്റിയില്ല നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.